തൃശ്ശൂരിൽ ബി.ജെ.പിയുടെ വിജയം ആഘോഷിക്കാൻ, സുരേഷ് ഗോപിയുടെ വിജയം ആഘോഷിക്കാൻ രാജസ്ഥാനിൽ നിന്നുള്ള ബി.ജെ.പിയുടെ പ്രവർത്തകർ, തൃശ്ശൂർ തന്നെയുള്ള ആളുകളാണ് ഇവര്. ഈ ആഘോഷത്തിന്റെ ഭാഗമാകാൻ അവർ എത്തിയിരിക്കുകയാണ്. നമസ്കാരം. നമസ്കാരം. ഇവിടെ ബി.ജെ.പി വിജയിച്ചതിൽ എത്രത്തോളം സന്തോഷമുണ്ട്? നല്ല സന്തോഷാണ്. ഫസ്റ്റ് ആദ്യമായിട്ട് താമര തൃശ്ശൂരിൽ വന്ന് നല്ല സന്തോഷം. ഇവിടെയുള്ള ബി.ജെ.പിയുടെ ആളുകളൊക്കെ അറിയാമോ? അറിയും. പൂർണിമ ചേച്ചിനെയൊക്കെ അറിയും. സുരേഷ് ഗോപിനെ കണ്ടിട്ടുണ്ട്, സെൽഫി ഒക്കെ എടുത്തിട്ടുണ്ട്. വോട്ട് ഉണ്ടായിരുന്നു ഇവിടെ? വോട്ട് ഞാൻ നാട്ടിലുണ്ട്. നാട്ടിൽ പോയിട്ട് വോട്ട് ചെയ്തു. അവിടെ കൊടുത്തു. രാജസ്ഥാനിലെ ബി.ജെ.പിക്ക് വലിയ തിരിച്ചടിയാണല്ലോ ഇത്തവണ. മാറുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? ഇല്ല, അത് മാറണം. എങ്ങനെയുണ്ട് ഇവിടുത്തെ ബി.ജെ.പിയുടെ പ്രവർത്തനങ്ങൾ തൃശ്ശൂരിലെ? സംതൃപ്തി ഉണ്ടോ ഇതില്? എനിക്ക് വോട്ടുണ്ട് തൃശ്ശൂരിൽ തന്നെ. താമര ചിഹ്നത്തിന് വോട്ട് ചെയ്തു? ഓ പിന്നെ നമ്മുടെ ബി.ജെ.പിയുടെ ആൾക്കാരല്ലേ. ഇപ്പോ ഈ രാജസ്ഥാനിലെയും ഈ കേരളത്തിലെയും ബി.ജെ.പിയുടെ പ്രവർത്തനത്തിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടായിട്ടും ഉള്ളത് തോന്നുന്നു? ഇപ്പൊ കുറച്ച് തുടങ്ങിയിട്ടുണ്ടല്ലോ, മാറ്റുണ്ട്. രാജസ്ഥാനിലേക്ക് ഒരു പൂർണ്ണമായിട്ട് ഒരു ഹിന്ദുത്വ പ്രവർത്തനത്തിന്റെ ഭാഗമല്ലേ ബി.ജെ.പി? അതെ അതെ. കേരളത്തിൽ അങ്ങനെ ആകാനുണ്ടോ? ആയിട്ടില്ല ഫുൾ, പക്ഷെ ആവും പതുക്കെ. സുരേഷ് ഗോപിയെ നേരിട്ട് കണ്ടിരുന്നു? കണ്ടിട്ടുണ്ട്. നിങ്ങളുടെ നാട്ടിലെ സുരേഷ് ഗോപിയെ പോലെ ബി.ജെ.പിയുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന ഏതെങ്കിലും ഒരു വ്യക്തിയുടെ പേര് പറയാം? രാജസ്ഥാൻ സഗൻ സിംഗ് രാജ്പുരോഹിത്. എവിടെയാ സ്ഥലം? ജാലോർ ഡിസ്ട്രിക്ട്. ബി.ജെ.പി എം.പി. എം.എൽ.എ ആണ്. നമസ്കാരം. പേരെന്താണ്? പേര്? രാം കവർ. രാജസ്ഥാനിൽ എവിടെയാണ് സ്ഥലം? ജോധ്പൂർ. ജോധ്പൂരിൽ ബി.ജെ.പി ഇത്തവണ വിജയിച്ചോ? ജോധ്പൂർ ബി.ജെ.പി. നല്ല ഇവിടെ ഈ സുരേഷ് ഗോപിയുടെ പ്രവർത്തനങ്ങളൊക്കെ എങ്ങനെയുണ്ട്? കണ്ടിട്ട് എങ്ങനെയുണ്ട്? മോദിയെ പറ്റി മോദി എല്ലാവർക്കും നന്നായിട്ട് പണി ചെയ്യും. ഇന്ന് നമ്മുടെ സ്മൃതി ഇറാനി തോറ്റല്ലോ ഉത്തർപ്രദേശിലെ അമേഠിയിൽ. എന്താണ് സ്മൃതി ഇറാനിയുടെ ഒരു പരാജയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയാനുള്ളത്? പറയാൻ അങ്ങനെ ഒന്നുമില്ല. ആള് കുറച്ച് പണി കുറവായിട്ടുണ്ടാവും. അറിയും, ആൾക്ക് ചിലപ്പോ ചൂട് കുറവുണ്ടാവും, പണി ചെയ്തിട്ടുണ്ടാവില്ല. രേഖാദേവി. നമസ്കാരം. ഹിന്ദു പാരിക്കർ. ഹിന്ദു. നമസ്കാരം. എങ്ങനെയുണ്ട് വിജയാഘോഷം? അടിപൊളിയല്ലേ? ഞാൻ കലാശക്കൊട്ട് അടിപൊളിയാക്കിയിട്ടുണ്ട്. ഇനി വിജയം. നമ്മൾ ഇടതുപക്ഷത്തിന്റെയും വലതുപക്ഷത്തിന്റെയും ആളുകളോട് എന്താണ് പറയാൻ? അദ്ദേഹത്തെ അധിക്ഷേപിച്ച ആളുകളുണ്ട്. ഇനി ഭരണം ഒന്ന് കാണുന്നു തൃശ്ശൂരില്. അതെ, അതല്ലേ പറയാനുള്ളത്. അതല്ലേ കാത്തിരിക്കണേ. എങ്ങനെ ഉണ്ടാവും? ഒരു അവസരം കൊടുത്തേക്കണല്ലേ. നല്ല രീതിക്ക് ചെയ്യോ ഇല്ലയോ എന്നുള്ള പെർഫോമൻസ് കാണണ്ടേ. എങ്ങനെയാണ് ഭരിക്കേണ്ടത് കാണണ്ടേ. എങ്ങനെയാണ് ഇപ്പൊ എത്രയൊക്കെ പറഞ്ഞാലും അദ്ദേഹത്തിന്റെ ഇഷ്ടമാണ് എല്ലാവർക്കും. അദ്ദേഹത്തിന്റെ പാർട്ടിയാണ്, രാഷ്ട്രീയമാണ് ഇദ്ദേഹം ഇഷ്ടമല്ലാതെ. രാഷ്ട്രീയം നോക്കണ്ട, വ്യക്തി നോക്കിയാൽ മതി. ഞാൻ വ്യക്തിയാണ് നോക്കണേ. ഞാൻ അദ്ദേഹത്തിനും പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. എനിക്കത് മതി. ഇപ്പോ കരുവന്നൂർ പോലെയുള്ള വിഷയങ്ങളൊക്കെ സുരേഷ് ഗോപിക്ക് അനുകൂലമായി എന്ന് വിശ്വസിക്കുന്നുണ്ടോ? അങ്ങനെ ഒരു വിഷയമായിട്ടല്ല. അദ്ദേഹത്തെ മനസ്സിലാക്കി ജനങ്ങൾ വോട്ട് ചെയ്യണം. ഒരവസരം കൊടുക്കാൻ അദ്ദേഹം ചോദിച്ചു. ആദ്യം കൊടുത്തില്ല, രണ്ടാമതും കൊടുത്തില്ല, മൂന്നാമത് അവസരം കൊടുത്തിരിക്കുന്നു. കാരണം അത് ബാക്കിയുള്ള ഭരണത്തിന്റെ പോരായ്മ എന്ന് പറയാം. അതുകൊണ്ടാണല്ലോ സാറിന് പരീക്ഷിച്ച് നോക്കണേ. സാർ നന്നായിട്ട് ഉറപ്പാ. പിന്നെ ഞങ്ങളെപ്പോലുള്ള ഞാൻ എന്നെ കളിയാക്കിയ ആൾക്കാരോട് ഒരു കാര്യം പറയാം. ഞങ്ങളെപ്പോലുള്ള പെൺമക്കളാണ് അദ്ദേഹത്തിന് കാവലായിട്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒപ്പം നിൽക്കുന്നത്. അങ്ങനെയുള്ളപ്പോഴത്തേക്ക് ഇത്രയും പെൺമക്കൾ കൂടെ നിൽക്കുമ്പോൾ ഒരച്ഛനും താഴത്തോട്ട് പോകില്ല. അത് നല്ല വിശ്വാസമാണ്. കാളി ഉറപ്പല്ലേ? കേരളം ഫുൾ അദ്ദേഹത്തിന് ഉറപ്പാ. ആരെന്നെ ചാണകമെന്നോ എന്താന്ന് വെച്ചാൽ വിളിച്ചോട്ടെ, എനിക്ക് കുഴപ്പമൊന്നുമല്ല. എനിക്കറിയാം എന്നെ. മറ്റുള്ളവരുടെ വിലയിരുത്തലല്ലോ ഞാൻ എന്നെ തീരുമാനിക്കണേ. എനിക്ക് എന്റെ ഐഡന്റിറ്റി അറിയാം. എന്റെ ഐഡന്റിറ്റി ഫൈറ്റ് മാസ്റ്റർ കാളി എന്നുള്ളതാണ്. ഞാൻ മറ്റുള്ളവർ എന്നെ പറ്റി എന്ത് പറയുന്നു അല്ലെങ്കിൽ ഒന്നും ഞാൻ ചിന്തിക്കില്ല. എന്ന് പറയല്ല, അദ്ദേഹത്തിന് എന്ത് പറയാൻ നിൽക്കില്ല. എനിക്ക് അദ്ദേഹത്തെ ഇഷ്ടമാണ്. ഈ സുരേഷ് ഗോപി എന്ന് പറയുന്ന വ്യക്തിക്കുപരിയായിട്ട് ബി.ജെ.പി എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം എനിക്കങ്ങനെ രാഷ്ട്രീയം എനിക്ക് വലിയ വ്യക്തമായിട്ട് അറിയില്ല. ഞാൻ ബി.ജെ.പിയിൽ പോയിട്ടുള്ള തന്നെ സുരേഷ് ഗോപി സാറിനെ കാണാനും പിന്നെ മോദിജിയെ കാണാനാണ്. കാരണം നല്ലൊരു നേതാവിനെ കാണാൻ ആർക്കും ഇഷ്ടമാണ്. എന്ന് പറഞ്ഞ പോലെ മോദിജിയെ കാണാൻ എനിക്ക് ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് ഞാൻ പോയിട്ടുണ്ട്. പിന്നെ എൻ്റെ സേഫ്റ്റി, എനിക്ക് ഒരു പ്രൊട്ടക്ഷൻ തന്നിരുന്ന ഒരു ഇടക്ക് എനിക്കൊരു സേഫ്റ്റി വെയിലൊരുക്കിയത് ബി.ജെ.പിക്കാരാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു കടപ്പാട് അവരോടുണ്ട്. ബാക്കി ഒരു പാർട്ടി എന്നെ സപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇപ്പൊ എന്നെ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ബി.ജെ.പിക്ക് കേന്ദ്രത്തിൽ സീറ്റ് കുറച്ച് കുറഞ്ഞു. 63 സീറ്റുകളും ബി.ജെ.പിക്ക് മാത്രം കുറഞ്ഞു. അപ്പൊ അതില് മോദി സർക്കാരിന് എന്തെങ്കിലും അപാകതകളുണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ടോ?
ഒരിക്കലും ഇല്ല. ഞാൻ പറയട്ടെ, ഇപ്പോ കുറെ പേര് ഒരിടത്ത് BJP ജയിച്ചപ്പോഴേക്കും വോട്ടിങ് മറ്റേ മിഷനൊക്കെ കള്ളത്തരമാണ്, കള്ളവോട്ടാണെന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ BJP-യേക്കാൾ കൂടുതൽ ജയിച്ചിട്ടുള്ള മറ്റുള്ള പാർട്ടികളാണ്. അവരല്ലേ കൂടുതലും കള്ളവോട്ട് ചെയ്തിട്ടുണ്ടാവുക. പിന്നെ 10 വർഷം ഭരിച്ചിട്ട് അദ്ദേഹം ഭരിച്ച ഭരണത്തില് ഇപ്പോ എന്താ പറയാ, ഭൂരിഭാഗം ആൾക്കാർക്ക് നല്ലതും കുറെ പേർക്ക് മോശമൊന്നും ഉണ്ട്. അതെന്താന്ന് എനിക്കറിയില്ല. പക്ഷെ എന്താണെന്നറിയോ, ഒത്തിരി ഡാമേജ് വന്നേക്കണ സാധനങ്ങള് ക്ലിയർ ചെയ്യാനായിട്ട് ഒരാൾ വന്നു കഴിയുമ്പോൾ അയാൾക്ക് അത് താമസം എടുക്കും. ഇത്രയും ക്ലിയർ ചെയ്തില്ല, ഇത്രയും നല്ല റോഡുകൾ ഉണ്ടാവണില്ലേ? ഈ കേരളം എന്താ ചെയ്തിട്ടുള്ളത്? കേരളത്തിലെ റോഡ് ഇപ്പോഴും കുഴി തന്നെയല്ലേ. പിന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്, സുനാമിക്ക് ശേഷം മറിഞ്ഞു പോയിട്ടുള്ള ഒരു തോടും റിട്ടേൺ വന്നിട്ടില്ല. ഞാൻ തന്നെ എന്റെ പേജിൽ വൈപ്പിങ്ങരയിലുള്ള തോടുകൾ ഇല്ലാണ്ടായിട്ടുള്ള ലൈവ് ഇട്ടിട്ടുണ്ട്. ആ തോടുകൾ എന്ന് വരുന്നു, പല ഹോസ്പിറ്റലും ഫ്ലാറ്റൊക്കെ വരുന്നുണ്ട്. ഈ തോടുകൾ വന്നാൽ രണ്ടാമത് ക്രിയേറ്റ് ചെയ്താൽ മാത്രമാണ് ഈ വെള്ളക്കെട്ടുകൾ മാറുള്ളൂ. അല്ലാത്തടത്തോളം കാലം നമ്മുടെ നാട് വെള്ളത്തിന്റെ അടിയിലോട്ട് പോകുള്ളൂ. കാരണം ഒരുപാട് വേസ്റ്റുകളും ഒരുപാട് കെട്ടിടങ്ങൾക്കും വേണ്ടി നികത്തി വെച്ചേക്കണ കുറെ കൈവേലികളുണ്ട്. പുഴയിൽ നിന്ന് കടലിലേക്ക് പോകാനുള്ളത്, കരയിൽ നിന്ന് തന്നെ വെള്ളം പുഴയിലേക്ക് പോകാനും പുഴയിൽ നിന്ന് കടലിലേക്ക് പോകാനും. സാറ് വന്നാൽ അതൊക്കെ ക്ലിയർ ആവുമെന്ന് തോന്നുന്നു, വിശ്വസിക്കുന്നു. എന്തായാലും ആഘോഷം പൊരിക്കട്ടെ. നമസ്കാരം. എങ്ങനെയാണ് ആഘോഷങ്ങളുണ്ട്? അടിപൊളിയായിട്ട് ആഘോഷിക്കുന്നുണ്ട്. സുരേഷ് ഗോപിയുടെ ജയം നമുക്ക് ഭയങ്കര ആഘോഷല്ലേ. നമ്മുടെ തൃശ്ശൂരിന്റെ സുനിലേട്ടനോട് എന്താ പറയാനുള്ളത്? CPI-യുടെ സ്ഥാനാർത്ഥി. ഞാനൊന്നും പറയണില്ല. എന്തിനു പേടിക്കണേ? അവര് എന്നും ജയിച്ചോരല്ലേ. ഇനി അവര് പോട്ടെ, ഇനി വരാത്തവര് വരട്ടെ. ചെമ്പാണോ സ്വർണ്ണാന്ന് തൃശ്ശൂരിലെ ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. പറഞ്ഞില്ലേ, ചെമ്പാണോ സ്വർണ്ണാണോ മാതാവിന് കൊടുത്ത കിരീടന്ന് മനസ്സിലായില്ലേ? സുനിലേട്ടന്റെ കാര്യം പിന്നെ ഒന്നും പറയാനില്ല. മുരളിയുടെ കാര്യം ചിരിച്ചിരിച്ച് പോയണ്ടേ ഞങ്ങക്ക്. സുനിലേട്ടനോട് എന്താ പറയാനുള്ളത്? സുനിലേട്ടൻ ഒന്നും പറയാനില്ല. ഉരുളിയെ പറ്റിയിട്ടൊന്നും പറയാനില്ല. ഞങ്ങൾക്ക് സുരേഷ് ഗോപിയെ മാത്രം പറ്റിയിട്ടേ പറയാനുള്ളൂ. കാരണം അതേ ഉള്ളൂ ഞങ്ങൾക്ക് ജയം. സുരേഷ് ഗോപിയുടെ ജയം മാത്രം. ഞങ്ങൾ തൃശ്ശൂര് അമിത്ഷാ സ്ഥാനാർത്ഥി ആയി കഴിഞ്ഞാല് പോലും ജയിക്കില്ല എന്ന് പറഞ്ഞല്ലോ തൃശ്ശൂര്. സുനിലേട്ടൻ പറഞ്ഞു ജയിക്കില്ലെന്ന് തോന്നിയിരുന്നില്ല, ജയിക്കുന്ന തന്നെ തോന്നിയായിരുന്നു. ഞങ്ങൾ അത്രയ്ക്ക് ബുദ്ധിമുട്ടിയിട്ടുണ്ട്. ഞങ്ങൾ പ്രയത്നിച്ചിട്ടുണ്ട്, വളരെയധികം പ്രയത്നിച്ചിട്ടുണ്ട്. തോൽക്കുന്ന ഒരിക്കലും വിചാരിച്ചിട്ടില്ല. അതേസമയം മുരളിയും സുനിൽകുമാറും തോൽക്കുന്ന ഞങ്ങൾക്ക് അപ്പോഴേ അറിയായിരുന്നു, പണ്ടേ അറിയാം. സുനിലേട്ടനോട് പറയാനുള്ളത്, ഇവിടെ ഗ്ലാമർ നോക്കിയിട്ടില്ല, ആരാണോ വ്യക്തിത്വമുള്ളത്, വ്യക്തിത്വത്തിന്റെ മുന്നിൽ ഹിന്ദു ആയാലും ക്രിസ്ത്യാനായാലും മുസ്ലിം ആയാലും നിൽക്കും. അവിടെ ജമ്മു കൊടുക്കുന്ന കാര്യമില്ല. മനസ്സ് തുറന്നുകൊണ്ട് ജനങ്ങളെ സേവിക്കാനായിട്ട് തയ്യാറായിട്ട് ഒരാൾ വന്നാൽ അവിടെ രാഷ്ട്രീയം നോക്കാണ്ട് തൃശ്ശൂരുകാർ വിവരമുള്ള ആൾക്കാരായ കാരണം ആരെങ്കിലും വ്യക്തികളെ വിശ്വസിക്കും, വ്യക്തികളെ അംഗീകരിക്കും. നേമത്തെ BJP-യെ പരാജയപ്പെടുത്തിയതുപോലെ തൃശ്ശൂര് പരാജയപ്പെടുത്താനല്ലേ മുരളീധരൻ വന്നത്? മുരളീധരൻ ഇവിടെ വന്നോണ്ടാണ് തോറ്റത്. അവിടെ നിൽക്കുകയാണെങ്കിൽ ജയിച്ചായിരുന്നു. അപ്പൊ മുരളിയെ ഇവിടെ കൊണ്ടുവന്ന് നിർത്തി. കാരണം എന്താ? സുരേഷ് ഗോപിയെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ അത് നടന്നില്ല. മലർപ്പൊടിക്കാരന്റെ സ്വപ്നം എന്ന് കണ്ടില്ലേ? മലർപ്പൊടിക്കാരന്റെ സ്വപ്നം അതായത് സുരേഷ് ഗോപിനെ ജയിപ്പിച്ച കേരളത്തിലെ എല്ലാ മാധ്യമ പ്രവർത്തകർക്കും വിനീതമായ കൂപ്പുകൈ. ആരെ ഗീഷാ വിജയ് എന്ന് പറഞ്ഞൊരു നടീനായിരുന്നു. അവള് പറഞ്ഞു തൃശ്ശൂർ എടുത്താ പൊന്തില്ല എന്ന് പറഞ്ഞു. അവളോട് ചോദിച്ചു, ഞങ്ങൾ എടുത്തു തൃശ്ശൂര്, എടുത്തോട്ടെ. സുനിലേട്ടൻ എന്ന് പറയാ, ആളത്തെ എങ്ങനെ മുകളിലേക്ക് ആൾക്ക് ഇനി ഇറങ്ങാൻ പറ്റില്ല. സുനിലേട്ടൻ ഓട് വീട് കാണിച്ചിട്ട് വീടിന്റെ പിന്നില് 2 നില വീട് പണിതിട്ട് ജനങ്ങളെ വഞ്ചിച്ചതിനുള്ള പ്രതികരണമാണത്. വാഴ വയ്ക്കുക, ആ കാര്യം നോക്കി മുന്നോട്ട് നോക്കി കഴിഞ്ഞാൽ ആൾക്കാരെ രക്ഷപ്പെടാം. അതല്ലാണ്ട് ഒരു കാര്യം മുരളീധരനോട് പറയണ്ട. മുരളീധരനാ അവന് അച്ഛനും തോറ്റു, അവന്റെ പെങ്ങളും തോറ്റു, അവൻ തോറ്റില്ലേ? മുരളിയേട്ടൻ വായ കുറച്ച് അടങ്ങിയിട്ട് പോവുക.